എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ വീട്ടിൽ പുതിയൊരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട്. അതിഥിയൊന്നുമല്ല, എന്നാലും ചേച്ചി എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ വീഡിയോ കോളിലൂടെ മാത്രം കണ്ടിരുന്ന ചേച്ചി ഇത് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ചേച്ചിയെ കൂട്ടി ഒരു വ്ലോഗ് എടുക്കാൻ നിർത്ത്. വല്ലപ്പോഴേ വരത്തുള്ളൂ, ഒരു വ്ലോഗ് എടുക്കാം. അന്നല്ല അടിമുടിയൊക്കെ നോക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു തമിഴിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചിയാണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇതല്ലേ ഫോട്ടോ അടിച്ചിരിക്കുന്നത്? ചേച്ചി ഇങ്ങനെയാ അല്ല, നന്നായിട്ടും മിണ്ടും. നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ കാണുന്നത് ആ ചളികളെല്ലാം അടിക്കുന്നത് ഇവളാ. എന്നിട്ട് ഇപ്പൊ ഒന്നും മിണ്ടായിരിക്കും. സംസാരിക്കാൻ അറിയില്ല, ടൈപ്പ് ചെയ്യാൻ അറിയും. തിരുത്തി വെക്കുക. ഞാൻ കാഞ്ഞിരപ്പള്ളി വരെ പോവാ, എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഓക്കെ. ഷോപ്പിംഗ് കഴിഞ്ഞു. എനിക്ക് കേൾക്കാമെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ ഭയങ്കര മഴയില്ല, ചെറിയ മഴ. വണ്ടി അപ്പറയാ. പെട്രോൾ അടിക്കാൻ പ്രശ്നമാണോ? അപ്പൊ ഗൈസ്, നമ്മളിത് കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. നമ്മുടെ ഷെഫ് ഇത് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ തന്നെ സമയം 1 മണിയായി. 2 മണിയോടെ ആവുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഞാൻ സ്പീഡിൽ കാണിക്കല്ല. ബീനാജി ഹായ് കൊടുക്ക. ഹായ്. അച്ചാച്ചി ഒന്നും മിണ്ടത്തില്ല, നാണോന്ന് എന്നോട് പറഞ്ഞു. എന്തൊക്കെയോ എക്സ്പ്രഷൻ ഒക്കെ ഇടും. ഓക്കെ, അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാം. സോറി ഗൈസ്, നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ മറന്നുപോയി. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫുൾ പ്രിപ്പറേഷൻ അച്ചാച്ചിയുടെ, പിന്നെ ഹെൽപ്പ് ചെയ്യാൻ അമ്മയുണ്ട്. ഞാനും അവളോട് അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുന്നല്ല, അവൾ എന്നെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാക്കിയ. അത് ശരിയാ, ഞാൻ പറഞ്ഞുണ്ടാക്കിപ്പിക്കുന്ന. പിന്നെ ഗൈസ്, ഞാനൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം അതിപ്പോ ഞാനൊരു 8 ദിവസത്തെ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞു പോയി. അവിടെ എല്ലാം കഴിച്ചു പോയി. വേറെ വഴിയില്ല, നമ്മൾ കഴിക്കൂല. അപ്പൊ പിന്നെ അതൊന്നും ഡയറ്റിലുള്ള കാര്യങ്ങളെ അല്ലായിരുന്നു. ഡയറ്റ് തെറ്റി ഗൈസ്. അപ്പൊ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഫുൾ ഓക്കെ. പിന്നെ അടുത്ത തൊട്ട് എക്സസൈസ് എല്ലാം, നാളെ തന്നെ എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ബിരിയാണിയും കൂടെ കഴിച്ചിട്ട് അതുകൊണ്ടാണ് ഇടാത്തെ. പിന്നെ ഈ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഫുൾ വീഡിയോ അങ്ങനെ കാണിക്കാത്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ വീഡിയോ ലെങ്കി ആയിപ്പോ. പിന്നെ റെസിപ്പി നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു, അങ്ങനത്തെ ഒന്നുമില്ല. സങ്കര ഇനം ബിരിയാണിയാണ് ഗൈസ് ഇത്. അത് പല യൂട്യൂബിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. അതെ, പല യൂട്യൂബിൽ നിന്ന് അടിച്ചു മാറ്റിയുള്ള റെസിപ്പികൾ. അപ്പം ഇനി അവര് വെറുതെ പ്രശ്നം കൊണ്ട് വരണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കൊള്ളാവോ ഇല്ലയോ എന്ന് മാത്രം ഞാൻ പറയാം. കൊള്ളില്ലേലും കൊള്ളാന്ന് പറയില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ സത്യസന്ധതയുടെ പാതയിലെ ആളാണ്. ഞാൻ കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയും കൊള്ളത്തില്ലെന്ന്. കൊള്ളായിരിക്കും, എന്തോ മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഓക്കെ ഗൈസ്, പറയാൻ വേണ്ടി ഇനി എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേനും കാണിക്കാം. സോ ഗൈസ്, നമ്മൾ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഷെഫ് അസിസ്റ്റന്റ് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇന്ന് ബിരിയാണി കഴിക്കുന്ന വ്ളോഗ് ഒക്കെ എടുത്ത കാര്യവും ഞാൻ മറന്നുപോയി. ഇതിന്റെ ലാസ്റ്റത്തെ ഒരു എൻഡിങ് പോലും ഞാൻ എടുത്തില്ല. കഴിച്ചിട്ട് ഇങ്ങോട്ട് പറയാന്നൊക്കെ പറഞ്ഞു, അതെല്ലാം ഞാൻ മറന്നുപോയി. അതിന്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പുറത്തുപോയി, പിന്നെ അമ്മ വീട്ടിൽ പോയി, അങ്ങനെ കുറച്ച് പരിപാടി പോയി. അപ്പം ബിരിയാണി സൂപ്പറായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് കൈ ഒടിക്കുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നന്നാവുമെന്ന്. എനിക്ക് അറിയാലോ ആരും ഉണ്ടാക്കിയത്. അപ്പൊ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടമായി. പിന്നെ ബിരിയാണിക്ക് നമുക്ക് എന്തായാലും ഉറക്കം വരുമല്ലോ, അങ്ങനെ ഒരു കിറിങ്ങിയ അവസ്ഥയിലായിരുന്നു. അപ്പൊ ബാക്കി എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ സമയം 9-10 മണി ഉറങ്ങണ്ടായി രാത്രിയിൽ. ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഇത് ഓർത്തപ്പം അങ്ങ് എടുക്കുന്നേ ഉള്ളൂ. ഓ, ഒരു ബിരിയാണി ഉണ്ടാക്കിയതിന്റെ ക്ഷീണമാണ്. ചേച്ചി ഒന്നും മിണ്ടില്ല. ചേച്ചിക്ക് ഭയങ്കര നാണ.
കമന്റ് ഇടാൻ മാത്രമുള്ള ഇതേ ഉള്ളൂ. അല്ലാതപ്പോ ഇങ്ങനെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പറയാനുണ്ട് എന്റെ യൂട്യൂബ് ഫാമിലിയോട്? ഇവിടെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും ബോസ്. അല്ല ബോസ് അങ്ങനെ വേണ്ട കേട്ടോ, നിർത്തിക്കോ. പുച്ഛം. ശരി ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കൊടുക്ക.